ഏതാണോ ചെയ്യണത് അതിന് നമ്മൾ ഒഴിഞ്ഞു മാറാന്നുണ്ട്. ഡൂപ്പാണ് കൂടുതൽ ഫൈറ്റ് ഉള്ളത്. അപ്പൊ ഡൂപ്പിടാനായിട്ട് പലരും ഞങ്ങൾ ഫൈറ്റ് പഠിച്ചിട്ട് ഞങ്ങൾ ഫൈറ്റ് കൊള്ളുകയും ആൺകുട്ടികൾ വരും. പക്ഷെ ഇതിന് എന്താ പറയാ, ഒരുപാട് റിസ്ക് ഉണ്ട്, ഇൻഷുറൻസ്, അങ്ങനെ കുറെ വിഷയങ്ങളുണ്ട്. പിന്നെ ഫിഗർ, അതായത് നമ്മളെ ഗ്ലാമർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പരിപാടി അത് നടക്കില്ല. നമ്മ ആക്ടിങ്ങിലോട്ടാണ് ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പലരും ഫൈറ്റിലേക്ക് വന്നത് ആക്ടിങ്ങിലോട്ട് കയറാനാണ്. എനിക്കൊരു ലക്ഷ്യമുള്ളതിന്റെ പേരിൽ ഇതിൽ ലേഡീസ് ഫൈറ്റ് മാസ്റ്റേഴ്സ് ആയിട്ട് ഇല്ല എന്നുള്ളൊരു സാധ്യത കണ്ടു. ആദ്യം കണ്ടില്ല, പിന്നീട് ഒരുപാട് പേര് എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തപ്പോൾ ആ ഒരു സപ്പോർട്ടിലാണ് ഞാൻ കയറിയത്. കാരണം എനിക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ എനിക്ക് ഒരുപാട് മോശമായിട്ടുള്ള അനുഭവമുണ്ട്. അപ്പൊ പെൺകുട്ടികൾക്ക് ഇങ്ങനെ ഒരു മേഖല, അതായത് ഫൈറ്റ്, സിനിമയിലെ ഫൈറ്റ് എന്ന് പറഞ്ഞ മേഖല തുറന്നു കൊടുക്കായി ധൈര്യപൂർവ്വം അവർക്ക് വരാൻ പറ്റിയ ഒരു മേഖലയാണ്. ഒരാള് എന്താ പറയുക, മോശമായിട്ട് സംസാരിക്കാറ്, മോശമായിട്ട് പ്രപ്പോസ് ചെയ്യാറ്, ഒന്നിനും ഈ ഒരു മേഖലയിൽ വരില്ല. പിന്നെ കുറച്ച് ക്യാരക്ടർ ചേഞ്ച് ഉണ്ടാവും. കാരണം ഞാൻ വന്നൊരു സാഹചര്യമാണ്. അപ്പോൾ സിനിമയിലേക്ക്, ഫൈറ്റിലേക്ക് അത്യാവശ്യം ധൈര്യമുള്ള പെൺകുട്ടികളാണ്. കാരണം അടവ് പഠിച്ചിട്ട് ആ ഒരു അഹങ്കാരത്തിൽ തന്നെയല്ല. എനിക്ക് ജീവിക്കണം, അല്ലെങ്കിൽ എനിക്ക് മറ്റൊരു മോശമായ രീതിയിൽ പോകേണ്ടി വരണം. ധൈര്യമായിട്ട് മുമ്പോട്ട് വരണം. പലതും തരണം ചെയ്ത് വരണം എന്നുള്ളത് എനിക്ക് വിദ്യാഭ്യാസം ഒന്നുമല്ല, ധൈര്യം, മനസ്സിലുള്ള ധൈര്യം തന്റെ. ഞാൻ പറയട്ടെ, ഇൻഷുറൻസ് പലരും എടുത്ത് നമ്മൾ സ്വന്തം കയ്യിൽ സിനിമയ്ക്കകത്ത് യൂണിയന്റെ അകത്തുനിന്നുണ്ടാവും. പക്ഷെ മരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപകടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏത് രീതിയിലാണ് വരുന്നത്, അത് ഇൻഷുറൻസ് കൊണ്ടൊന്നും എടുക്കാൻ പറ്റില്ല. ഇപ്പൊ എനിക്ക് വന്നിട്ടുള്ള അപകടങ്ങളിലെ എനിക്ക് ഒരുപാട് പരിക്കും. ശശിമാസ്റ്റർ ഉൾപ്പെടെ, ശശിമാസ്റ്ററാണ് കൂടുതലും പെൺകുട്ടികളെ ഈ ഒരു ഫീൽഡിലേക്ക് കൊണ്ടുവരാൻ ധൈര്യം കാണിച്ചത്. മാഫിയസ് ശശിമാസ്റ്റർക്കല്ലാണ്ട് ഇപ്പോ ഞാൻ അദ്ദേഹത്തിന്റെ ഗുരുവിനെ കാണാം ഒരു പടത്തില്. ഒരുപാട് കാലമായിട്ട് പെട്ടിക്കൊള്ളി കിടക്കുന്ന ഒരു മൂവി റീഓപ്പൺ ചെയ്യാം. അതിൽ ഞാനുണ്ട്. ഇന്നലെയാണ് അതിന്റെ ഇതിൽ എന്റെ പേര് ചേർക്കുന്നത്. അത് വഴിയെ പറയാം. എന്തായാലും ഒഴിവാക്കിയ ആൾക്കാരിൽ നിന്നും ഏറ്റവും സീനിയർ ആയിട്ടുള്ള, അതായത് നമ്മുടെ ഇന്ദിരാഗാന്ധിയുടെ പേഴ്സണൽ സ്റ്റാഫായിട്ടുള്ള ബ്രൂസിലിയുടെ ശിഷ്യനായിട്ടുള്ള സാർ, അദ്ദേഹം എന്നെ കാണാൻ വന്നു. അപ്പോ എനിക്ക് അവിടേക്കോ അംഗീകാരം കിട്ടുന്നു. സമൂഹത്തിൽ നമ്മുടെ സമൂഹം മാറാൻ ഒരുപാട് കാലം പിടിക്കും. കാരണം ഇപ്പോഴും പെൺകുട്ടികളുടെ ദേശവും എന്താ പറയാ ഇതിന്റെ പുറകെ അടക്കും. ഞാൻ പറഞ്ഞു, ഞാൻ ഡൂപ്പ് ചെയ്തിട്ടുള്ള ആളാണ്. ഇപ്പോ ഫൈറ്റ് ചെയ്യുമ്പോൾ നമ്മ ബെൽറ്റ് ഇടുന്ന പോലും ഷോർട്ട്സ് ഇട്ടിട്ട് അവിടെ നമ്മ ഇന്ന വേഷം ഇടണമെന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മ അതിന്റെ മുകളിലാണ് കോസ്റ്റ്യൂം ഇടുന്നത്. നമുക്കപ്പോ നാണം, ഒരു പെണ്ണാണ്, നമുക്ക് ഇന്ന കോസ്റ്റ്യൂം ഇടാൻ പാടില്ല, അതൊന്നും പറ്റൂല. ഫൈറ്റിലേക്ക് വരുമ്പോൾ നമ്മ ഡൂപ്പിടുന്ന ആരാണോ അവർക്കൊപ്പം കോസ്റ്റ്യൂം ഇടണം. പിന്നെ ഇതില് ഒരുപാട് അപകടങ്ങളുണ്ട്. ഫൈറ്റേഴ്സിനൊരു അപകടം പറ്റിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യനും അവിടെ നോക്കില്ല. ഇപ്പൊ എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പാണ്ഡി, എന്റെ ഏറ്റവും നല്ല സുഹൃത്തായിരുന്നു. ആള് മരിച്ചു. ഒരാള് ഒരു സ്റ്റോറി ഇടുകയോ ഒന്നും ഞാൻ കണ്ടില്ല. കാരണം സൈലന്റ് ആക്കായിരുന്നു. ഒരുപാട് സിനിമയിലുള്ള ഫൈറ്റേഴ്സാണ്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ബാക്ക്ഗ്രൗണ്ടിൽ ഫൈറ്റ് ചെയ്യണ ഫൈറ്റേഴ്സിനെ? അവരുടെ ഫേസ് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? കാണിക്കാറുണ്ട്, ശ്രദ്ധിക്കാറില്ല. ഗുണ്ടകളാണ് അവർ. തമിഴ് സിനിമയിൽ അവർ സ്റ്റേജിൽ ആദരിക്കാൻ തുടങ്ങി. മലയാളികൾക്ക് അത് അറിയും കൂടി. അവർ വന്ന് ബെസ്റ്റോപ്പ് ചെയ്യുന്ന തമിഴന്മാരെന്നുള്ള രീതിയിലുള്ളൂ. ഞങ്ങളൊക്കെ ഈ രൂപ കാണാൻ ഞങ്ങൾ വില്ലന്മാരായിട്ടൊക്കെ. തീർച്ചയായും. എന്തുകൊണ്ടാണെന്നറിയാം, അംഗീകാരം കിട്ടില്ല അവർക്കൊക്കെ. ഇപ്പൊ നമ്മ വന്നാൽ പോലും ചില PROs വന്ന് നമ്മളോട് കാണിക്കുന്നത് എന്താ പറയാ, ഇതോ എന്നുള്ള മൈൻഡാ. ഞങ്ങളൊക്കെ ഇവരുടെ ഒരു വെയിനാണ്. അതായത് നാടി നരമ്പെന്നൊക്കെ പറയില്ല സിനിമയുടെ. നമ്മ ഒരു ഡൂപ്പിടണമെന്നുണ്ടെങ്കിൽ ആ സിനിമയ്ക്ക് ഒരു ജീവൻ കൊടുക്കുന്നുണ്ട്. അതായത് ഒരാള് ഡൂപ്പിടുമ്പോ ആ ഡൂപ്പിന് അപകടം വന്നു കഴിഞ്ഞാൽ ആരും ചോദിക്കില്ല. പകരം ആ നായികക്ക് റിയാലിറ്റിയിൽ ഫൈറ്റ് ചെയ്യുമ്പോൾ ഒരു പരിക്ക് വന്നു കഴിഞ്ഞാൽ, മുഖത്തൊരു സ്ക്രാച്ച് മാർക്ക് വന്നു കഴിഞ്ഞാൽ, ആ പെൺകുട്ടി പിന്നെ അടുത്ത സീനിലേക്ക് പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അടുത്ത പടത്തിലേക്ക് ബുദ്ധിമുട്ടാണ് അല്ലേ? എന്തൊരു ബുദ്ധിമുട്ടുണ്ടാവും. അതേസമയം ഞങ്ങൾ ഫൈറ്റേഴ്സിന് പലയിടത്തും പരിക്കിട്ടാറുണ്ട്. ഞങ്ങൾക്ക് അത് ബാധകമല്ല. അടുത്ത സീനിലേക്ക് ഞങ്ങൾ മുഖം കാണിക്കില്ല. കാരണം ഞങ്ങൾ മുഖം കാണിക്കുന്നില്ല. ആക്ടിങ്ങിലേക്ക് പോണതിന്റെ കാരണവും പലപ്പോഴും കിട്ടാത്ത അംഗീകാരം. ഇത്രയും വർഷമായിട്ട് തല്ലുകൊണ്ടിട്ടുണ്ട്. ഞാൻ ഒരുപാടല്ല, അങ്ങനെ വലിയ അധികമായിട്ടുള്ള ഫൈറ്റ് ചെയ്യാറുണ്ട്, കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഗ്രൂപ്പ് ചെയ്തേക്കുന്ന ലക്ഷ്മി
ശ്വേതാ മേനോൻ ലക്ഷ്മി റായിയുടെ ഒരു ഫൈറ്റ് ചെയ്തത് പാകിസ്ഥാനിൽ റിയാസ് ഖാനൊക്കെ സ്റ്റാർ അതിൽ ലക്ഷ്മി റായിയുടെ ഫൈറ്റ് ശരിക്കും അവിടെയൊക്കെ ഫ്ലവേഴ്സ് ചാനലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കുറച്ച് മനസാക്ഷിയൊക്കെ മീഡിയക്കാരെ അന്ന് മുതലേ എനിക്ക് അറിയാം. എന്താ പറയാ ഇൻസൾട്ടൊക്കെ ഒരുപാട് കിട്ടിയിട്ടാണ് ഇവിടെ വരെ എന്താ പറയുക ഈ ഫീൽഡിലേക്ക് ഇനി വന്നു കഴിഞ്ഞാൽ പെൺകുട്ടി വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അവർക്കൊരു ഇൻസൾട്ട് കിട്ടുന്ന രീതിയിലോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട പേയ്മെന്റ് കിട്ടുന്ന രീതിയിലോ ആക്കുന്ന രീതിയിലാക്കും. യൂണിയൻ സ്ട്രോങ് ആണ് തീർച്ചയായും. കേരള യൂണിയനിൽ പെൺകുട്ടികൾക്ക് നല്ല സ്ട്രോങ് ആക്കുന്ന രീതിയിലുള്ള മാസ്റ്റേഴ്സ് തീർച്ചയായും. കൂടുതലും ഇപ്പോ ഹേമ കമ്മിറ്റിയൊക്കെ വന്നതിന്റെ പേരിൽ പെൺകുട്ടികൾക്ക് കുറച്ച് വന്നിട്ടുണ്ട്. മാറും, എല്ലാവരുടെയും ചിന്താഗതിയൊക്കെ മാറും. എല്ലാവരും മുമ്പോട്ട് വരും, മുമ്പോട്ട് വരണം. തീർച്ചയായും.